കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക പിറന്നാൾ സദ്യയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. ഡിസംബർ 13 രാവിലെ 10 മുതൽ ദേവസ്വം ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ സദ്യ വിളമ്പും. മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ MR മുരളി, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ T ബിനേഷ് കുമാർ എന്നിവരാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളാണ് കാടാമ്പുഴ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിക്കുന്നത്. ഡിസംബർ 13 വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ തൃക്കാർത്തിക. അന്നേ ദിവസം പുലർച്ചെ 3 മുതൽ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദീപം തെളിയിക്കും. തുടർന്ന് ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കും. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മുട്ടറുക്കൽ ഉച്ചയ്ക്ക് 2 മുതൽ മാത്രമേ അന്നേ ദിവസം ആരംഭിക്കൂ. രാവിലെ 10 മുതൽ ദേവസ്വം ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പിറന്നാൾ സദ്യ ആരംഭിക്കും. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സദ്യ വിളമ്പുക. ക്ഷേത്രങ്ങളിൽ ശബരിമല ദർശനം നടത്തുന്ന ഈ സീസണിൽ ഉത്സവകാലങ്ങളിലൊക്കെ കഴിയുമെങ്കിൽ ഇല ഒഴിവാക്കിയിട്ട് സ്റ്റീൽ പാത്രങ്ങൾ വഴി ഭക്ഷണ വിതരണം, അങ്ങനെ കൂടുതൽ ആളുള്ളത് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതാണ് ശുചിത്വ മിഷൻ്റെ പറഞ്ഞിട്ടുണ്ടല്ലോ. ശുചിത്വ ഈ ജില്ലാ ഭരണകൂടമാണ് പൊതുനിർദ്ദേശം വേസ്റ്റ് പരമാവധി ചുരുക്കണം എന്നുള്ളത്. ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം വരി നിന്ന് പ്രയാസമുണ്ടാക്കാത്ത രീതിയിലാണ് ക്രമീകരണങ്ങൾ. ആയിരക്കണക്കിന് ഭക്തർ വന്നു പോകുമെന്ന്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 20,000-ത്തിലധികം ഭക്തർ ഭക്ഷണം കഴിക്കുന്നതിന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കണക്ക്. അതിലേറെ പേർ, ഏതാണ്ട് 1,00,000-ത്തിലധികം ആളുകൾ ആ ഒരു ദിവസം ദർശനം നടത്തി പോയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലുള്ളൊരു തിരക്ക് ഇത്തവണയും ന്യായമായും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഭക്തർ വരും, 1,00,000-ത്തിലധികം പേർ വരും എന്നാണ് ഏതാണ്ട് കണക്കാക്കുന്നത്. എത്ര പേർ വന്നാലും ദർശനം വളരെ സുഗമമായി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല സൗകര്യങ്ങളോടെ ഒരുക്കിയിട്ടുണ്ട്. ആർക്കും കൂടുതൽ സമയം ക്യൂ നിൽക്കാതെ വേഗത്തിൽ ദർശനം നടത്തി പോകാൻ കഴിയുന്ന നല്ല സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിവിടെ കാണാവുന്നതാണ്. പിന്നെ അന്നേ ദിവസം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വരുന്നവർക്ക്, പ്രസാദ ഊട്ടിന് വരുന്നവർക്ക് എത്ര പേർ വന്നാലും ഭക്ഷണം നൽകാൻ ആവശ്യമായിട്ടുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഇപ്പോൾ തന്നെ എല്ലാ ദിവസവും ഭക്ഷണം നൽകി വരുന്നുണ്ട്. ഒരു 2,000-ഓളം പേർ നിത്യേന ഭക്ഷണം കഴിച്ചു പോകുന്ന സ്ഥിതിയുണ്ട്. പ്രധാന ദിവസങ്ങളിൽ അതിൽ കൂടുതൽ പേർ ഭക്ഷണം കഴിക്കുന്ന നിലയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല നിലയിൽ വളരെ ഹൈജീനിക്കായിട്ടുള്ള ഭക്ഷണം നല്ല വൃത്തിയായി, നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഇപ്പോൾ നൽകി വരുന്നുണ്ട്. എല്ലാ ദിവസവും നൽകി വരുന്നുണ്ട്. 13-ാം തീയതി ഭക്തർ ധാരാളമായി വരുമെന്നുള്ളത് കൊണ്ട് കുറേ കൂടി ശ്രദ്ധയോടുകൂടി നല്ല വൃത്തിയായും വെടിപ്പായും രുചികരമായ വിഭവസമൃദ്ധമായ സദ്യ അങ്ങനെ തന്നെയാണ് 13-ാം തീയതി നൽകാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നല്ല നിലയിൽ എല്ലാ ഭക്തർക്കും തൃപ്തിയാകുന്ന നിലയിലുള്ള ഒരു മഹോത്സവമായിട്ട് തൃക്കാർത്തിക ഉത്സവം മാറും എന്ന പ്രതീക്ഷയാണുള്ളത്. ഇവിടെ ദേവസ്വം ജീവനക്കാരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാ നിലയിലുമുള്ള സഹായമുണ്ട്. വാട്ടർ അതോറിറ്റി, പോലീസ്, ഫയർഫോഴ്സ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ സജീവമായി രംഗത്തുണ്ട്. ക്ഷേത്ര ജീവനക്കാരാകെ ഇതിൻ്റെ ചുമതല എടുത്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ രംഗത്തുണ്ട്. എല്ലാം ഭംഗിയായി നടക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇലയിട്ട് സദ്യയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേഗത്തിൽ പോകേണ്ടവർക്ക് ബുഫേ എന്ന നിലയിലും, വേഗത്തിൽ ഈ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഭക്തരൊക്കെ ഏറെ താല്പര്യപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തെ അനുഭവം വേഗത്തിൽ പോകാൻ കഴിയണം. കഴിഞ്ഞ തവണത്തെ ഒരു അനുഭവം, ഈ ഭക്ഷണം നൽകുന്നത് 4 മണി 5 മണി വരെ നീണ്ടു. 5 മണി വരെ നീണ്ടു നിന്നു ഭക്ഷണം നൽകൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു താമസം ഒഴിവാക്കി വേഗത്തിൽ എല്ലാവർക്കും ഭക്ഷണം കഴിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള ചില ക്രമീകരണങ്ങളാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. തൃക്കാർത്തിക മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക സമ്മേളനം മന്ത്രി VN വാസവനാണ് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ വെച്ച് ദേവസ്വത്തിൻ്റെ 6ാമത് തൃക്കാർത്തിക പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന സാംസ്കാരിക പരിപാടികൾ പ്രത്യേക വേദിയിൽ നടന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.